ധ്യാനം ചെയ്ത് തുടങ്ങാൻ പറ്റുന്ന എന്നാൽ വളരെ ശക്തമായുള്ള ഒരു മാർഗവുമാണ്. സൃഷ്ടിയുടെ ഹൃദയത്തെ നാം മനസ്സിലാക്കുന്നതാണ് നാം കേൾക്കുന്ന പല സ്പിരിച്വൽ ശബ്ദങ്ങളെയും വരുന്നത്. ഡമരു ആണെങ്കിലും വീണയാണെങ്കിലും ഒക്കെ തന്നെ ഇത് യോഗികളുടെ കുണ്ഡലിനി വരുമ്പം അവർ ഉള്ളിൽ ആ ഒരു നാദധ്വനി അവർക്ക് കേൾക്കുന്നതാണ് അവർ നമുക്ക് പല രീതിയിലും എത്തിക്കുന്നത്. നമ്മൾ കേൾക്കുന്ന സംഗീതമാണെങ്കിൽ പോലും സാമവേദത്തിൽ നിന്ന് വന്നതാണ്. സരസ്വതി ദേവി ഒരു വീണ കൊണ്ടാണ് ഇരിക്കുന്നത്. ഒരു വീണ അവൾ വാക്ക് നമുക്ക് പറഞ്ഞു നൽകുന്നില്ല, അവൾ മൃതമാവുകയാണ്. അതാണ് സരസ്വതി ജ്ഞാനമാകുന്നത്. ഒരു വീണ അതിനെ അർത്ഥമാക്കുന്നതാണ് ഋതം. ജസ്റ്റ് ഒരു 2 മിനിറ്റ് നേരം മാത്രമുള്ളൊരു ധ്യാനം. കണ്ണുകളടച്ച് നിങ്ങളിരിക്കുക, നട്ടൽ നൂന്നിരിക്കുക, കണ്ണുകളടച്ച് നട്ടലിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. കണ്ണുകളടച്ചിരുന്നിട്ട് കണ്ണുകൾ അടച്ചിരിക്കുന്നതിൽ തുറക്കുക. കണ്ണുകൾ മെല്ലെ തുറക്കുക. നോക്കൂ, ഇതടുത്തൊരു 25 ദിവസം കണ്ടിന്യൂ ആയിട്ട് ഇത്രയും നേരം ചെയ്യുക. നിങ്ങൾക്ക് സ്പിരിച്വലി ഒരു ഇൻവിറ്റേഷനാണിത്. നിങ്ങൾക്ക് ആത്മീയപരമായി ഉണർവിലേക്ക് അല്ല ആത്മീയ പാതയിലേക്ക് ചുവടുവെക്കാൻ വളരെ ശക്തമേറിയൊരു ധ്യാനമാണിത്.